അച്ചു കിച്ചാ അച്ചുട്ടി ഇതാ പിടിച്ചോ. ഓടിക്കോ. 10 മക്കളടങ്ങുന്ന എൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്ത കുട്ടിയാണ് ഞാൻ. എൻ്റെ വെല്ലുമിച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധയാണ് വിശുദ്ധ എലിസബത്ത്. അതുകൊണ്ട് തന്നെ എൻ്റെ പപ്പയും മമ്മിയും എനിക്ക് ഇട്ടിരിക്കുന്ന പേര് ആൽഫിയ ലിസ്ബത്ത് എന്നാണ്. വീട്ടിലെ രണ്ടാമത്തെ ആളാണ് ഞാൻ. എന്റെ പേര് ആഗ്നസ് മരിയ. ചെറുപ്രായത്തിലെ വിശുദ്ധ ആഗ്നസിന്റെ ദിവസമാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ടാണ് എന്റെ മാതാപിതാക്കൾ എനിക്ക് ആഗ്നസ് മരിയ എന്ന് പേരിട്ടത്. ഞാൻ മൂന്നാമത്തെ ആളാണ്. വാഴ്ത്തപ്പെട്ട അന്നയുടെ ദിവസമായ ജൂൺ 7-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് എനിക്ക് ആൻ ക്ലറിൻ എന്ന് പേരിട്ടു. ഇപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സന്തോഷ്. ഞാൻ മാനന്തവാടി രൂപത കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ എന്ന സ്ഥലത്താണ്. എനിക്ക് 10 മക്കളാണ്. ഞാൻ 4ാമത്തെ ആളാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏപ്രിൽ 8 രക്തസാക്ഷിയായ അസിൻ ക്രിസ്റ്റോസ് ജനിച്ച ദിവസമാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് പപ്പയും മമ്മിയും എനിക്ക് അസിൻ തെരേസ് എന്ന് പേരിട്ടു. ഇവരെല്ലാവരും അനുദിന വിശുദ്ധരുടെ ഒരു പേരും കൂടെ ഇവർക്കുണ്ട്. ഓരോ ദിവസത്തെയും അനുദിന വിശുദ്ധരുടെ പേരും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഞാൻ 5ാമത്തതാണ്. ലീമായിലെ വിശുദ്ധ റോസയുടെ തിരുനാളാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് എനിക്ക് ലിയോട്ടോം സെബാസ്റ്റ്യൻ എന്ന് പേരിട്ടു. ഞാൻ 6ാമത്തതാണ്. വിശുദ്ധ അന്തോണിയോട് പപ്പയും മമ്മയും പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ലഭിച്ചത് കൊണ്ട് ലിവിൻ സാന്റണി എന്ന് പേരിട്ടു. ഞാൻ 7ാമത്തെ ആളാണ്. എൻ്റെ പേര് കാതറിൻ ജോക്കിമ. ഞാൻ UKGയിലാണ് പഠിക്കുന്നത്. ദേ പപ്പായും മമ്മി. ഇവരാണ് കൃപയുടെ വഴിയിൽ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ നയിക്കാൻ നൽകിയ 10 മക്കള്. ദൈവത്തിൻ്റെ 10 മാലാഖ കുഞ്ഞുങ്ങള്. ഞങ്ങള് ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിച്ച മക്കൾ. ഇവരാണ് 8ാമത്തെയും 9ാമത്തെയും മക്കള്. 10ാമത്തെ ആളാണ് ഹന്ന റോസ്ലിയ. പിന്നെ 7 പിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. 7 മക്കളുണ്ടായിട്ടും ഈശോ ട്വിൻസിനെ ഒന്നും തന്നില്ലല്ലോ എന്നിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വിചാരിച്ചു 7 മക്കൾ തന്നില്ല, അപ്പം ഇവള് കഴിയുന്ന പാടെ തന്നാല് ചിലപ്പം എനിക്ക് നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ആഗ്രഹിച്ച പാടെ തമ്പുരാൻ അടുത്ത ട്വിൻസിനെ കൂടെ നമുക്ക് തന്നു. ഇതാണ് ഞങ്ങളുടെ അക്കുവും തക്കു, ജിയോവാന മരിയ, ജിയന്ന, ജോസ്ഫിന. ഇവരുണ്ടായത് പോളാറാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ദിവസമാണ്. അപ്പം മാർപ്പാപ്പയുടെ പഴയ പേരിനോട് ചേർത്തിട്ടാണ് ഇവരെ പേരിട്ടേക്കുന്നത്. ജിയോവാനി മരിയ എന്നാണ് മാർപ്പാപ്പയുടെ പഴയ പേര്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ജിയോവാന മരിയ നിട്ടു. പിന്നെ ഗർഭിണികളുടെ മധ്യസ്ഥയായ ജിയന്നയുടെ പേരിനോട് ചേർത്ത് ജിയന്ന ജോസ്ഫിനാന്ന് അടുത്തയാക്കും പേരിട്ടു. മുത്തേ, അവളെ ഒന്ന് ഓർപ്പിക്കാമാനെ തൊട്ടി കിടത്തിയാൽ മതി കേട്ടോ. ആട്ടി നോക്കേ.
ശരിക്കും പറഞ്ഞാൽ 10 മക്കളുണ്ടെങ്കിലും എനിക്ക് ഒരു മൂത്ത ഒരു 3-4 കുഞ്ഞുങ്ങളെ അത്രമേൽ കെയർ ചെയ്ത് നോക്കേണ്ടി വന്നിട്ടുള്ളൂ. കാരണം അതിനുശേഷം വന്ന ഓരോ കുഞ്ഞുങ്ങളെയും മൂത്തവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോഴും അവർ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഈ ട്വിൻസിനെ ആണെങ്കിലും പിന്നെ അവർ തന്നെ അവരുടെ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഇവർ പോലും ഇവർ തന്നെ ഡ്രസ്സൊക്കെ ഇട്ടോളും. മൂത്ത ആൾ ഇപ്പോൾ +2-നാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ ആൾ 10-ല്. അപ്പം അവരെയാണ് കൂടുതലും കെയർ ചെയ്യുന്നത്. അപ്പം അവരെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഇവരെ കണ്ടുകൊണ്ട് ബാക്കിയുള്ളവരോട് പഠിച്ചോളും. മൂത്ത 1-2 ആൾക്കാരെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തവളാണ് അവിടെ ലാസ്റ്റ് ഇരിക്കുന്നത്. അവള് നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് പാട്ടും പാടും. അങ്ങനെ ഇപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4-മത്തവളാണ് അസിൻ തെരേസ്. അവളെ ഞങ്ങള് ചിപ്പിന്ന് വിളിക്കും, ചിപ്പിന്ന്. ചിപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവള് കുഞ്ഞിന്റെ കരച്ചില് എവിടുന്ന് കേട്ടാലും ഓടിയെത്തുന്നത് ഫസ്റ്റ് അവളായിരിക്കും. അതായത് മറ്റുള്ളവരൊക്കെ ഉണ്ടാവും, പക്ഷെ അവളെന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കുഞ്ഞിന്റെ കരച്ചിലുണ്ടോ എന്നാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എവിടുന്ന് കേട്ടാലും ഓടി വരും. പിന്നെ നന്നായിട്ട് പാട്ട് പാടും. ഇവരെ ഈ ട്വിൻസിനെ ആണെങ്കിലും അവളാണ് കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത്. മറ്റുള്ള എല്ലാവരും ചെയ്യും, പക്ഷെ എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു തരത്തിലുള്ളൊരു കെയറിംഗ് ആണ് ചിപ്പിയുടെ ഭാഗത്തു നിന്നുള്ളത്. 5-മത്തത് ലിയോ ടോം ആണ്, ആണുങ്ങളിൽ മൂത്തവൻ. അവനാണ് നമ്മുടെ സിസേറിയൻ തുടങ്ങിയത് അവനാണ്. അപ്പൊ അവൻ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അവനെ സംബന്ധിച്ചാണേല് ഒരു കരുണയാണ് എല്ലാവരോടും. സ്കൂളിൽ നിന്നാണേലും ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയും, അവൻ ഈ കൂടുതൽ മക്കളുള്ളതിന്റെ പേരിലാണെന്ന് തോന്നുന്നേ ചേച്ചി, അവനിങ്ങനെ മറ്റുള്ളവരോടൊക്കെ ഭയങ്കര സിമ്പതിയാണ്. ആ 2 പേര് തമ്മിൽ ഇങ്ങനെ വഴക്കൊക്കെ കൂടുകയാണെങ്കിൽ അവൻ അവിടെ പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് ഇവൻ ചെല്ലും. അത് വേറെ ആരിലും അങ്ങനെ കാണാത്തൊരു പ്രത്യേകതയാണെന്ന് ടീച്ചേഴ്സ് ഇങ്ങനെ പറയും. 6-മത്തവന്റെ പേരാണ് ലെവിൻ സാന്റണി. പിന്നെ അച്ഛനാവണമെന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ്. അപ്പം ഇവന്റെ ഫോട്ടോയൊക്കെ ഞങ്ങള് എല്ലാ സ്ഥലത്തും ബൈബിൾ വായിക്കുമ്പോഴും എല്ലാം ഞങ്ങൾ പറയാറുണ്ട്. പിന്നെ പെട്ടെന്ന് ജപമാലയൊക്കെ പഠിച്ചു പുള്ളി. അതുപോലെ തന്നെ ലുത്തീനിയ കുറേ ഭാഗം പുള്ളി പഠിച്ചിട്ടുണ്ട്. പഠനത്തിൽ ഏറ്റവും ഈ കുഞ്ഞുങ്ങളിൽ നല്ല ഇതോടെ നിൽക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഈ അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ അവനെ അങ്ങനെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അമ്മയും കൊച്ചും വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ മൂത്ത കൊച്ച്, ഏറ്റവും മൂത്ത കൊച്ച്, ഏലിക്കുട്ടി എന്ന് പറയും. ഏലിക്കുട്ടി ഞമ്മടെ മടിയിലാണ് കുഞ്ഞിരിക്കുന്നത്. എന്റെ മമ്മിയാണ്. ഞങ്ങള് വീട്ടിൽ 5 പേരാണ്. ഞാൻ 4-മത്തെ ആളാണ്. 4 പെങ്ങന്മാർക്ക് ഞാൻ ഒരാളാണ്. ഒരു പ്രത്യേകത ഞങ്ങള് തമ്മിലുള്ളതെന്ന് വെച്ചാല് എല്ലാരും ഇങ്ങനെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഇത് സ്വന്തം അമ്മയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയും എന്റെ സ്വന്തം അമ്മയാണ്, ചേട്ടായുടെ മമ്മിയാണ് ഇപ്പം ഞങ്ങളുടെ സ്വന്തം അമ്മയാണ്, ഞങ്ങളെ അമ്മയും മോളും ആണെന്ന് ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ എല്ലാരും ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അമ്മയും മക്കളും ഒക്കെ തമ്മിൽ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല. ഇല്ലേ മീ? ഉണ്ടോ? ആ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ തമ്പുരാൻ സഹായിച്ചുണ്ടായിട്ടില്ല. ഇനിയും മരണം വരെ അങ്ങനെ പോണെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആദ്യ സമയങ്ങളിലൊക്കെ 4 പേര്, ആദ്യത്തെ 4 പെൺകുട്ടികള്, 5-മത്തെ 6-മത്തെ ആയിരുന്നു ആൺകുട്ടികള്. അപ്പോ 5-മത്തെ 6-മത്തെ ആൺകുട്ടീനെ കൊണ്ട് നിർത്തും എന്നുള്ളതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് 7-8 ആയിട്ട് നിർത്തുന്നില്ല എന്നുള്ളത് മനസ്സിലായത്. പക്ഷെ മമ്മിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ്സും അത്രയും കാര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മമ്മി കാര്യം സത്യം പറഞ്ഞാൽ പറയും, 2 പേരും ഇനി മാറിക്കിടന്നോ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇനി നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞെങ്കിലും മമ്മിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും സപ്പോർട്ടായിരുന്നു. കാരണം മമ്മിക്കറിയാം ഈ മക്കളെ പ്രതിയാണ് ഞങ്ങളെ ഈ ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ചേക്കുന്നതെന്ന് മമ്മിക്കറിയാം. 4 പെങ്ങന്മാരോടുള്ളക്കാട്ടി സ്നേഹം ഇവളോടാണ്. ചേച്ചിമാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, സ്വന്തം മക്കളോട് അങ്ങനെ സ്നേഹമില്ല, പക്ഷെ മരുമകളോടാണ് മമ്മിക്ക് സ്നേഹം എന്നും പറഞ്ഞിങ്ങനെ തമാശക്കാണെങ്കിൽ പോലും അവരങ്ങനെ പറയാറുണ്ട്. പിന്നെ ഇവര് തമ്മിലെന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വൈകുന്നേരത്തെ ഒരു കുരിശുവരയ്ക്ക് ശേഷം 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പം അതിനോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരും. അതുകൊണ്ട് 4 പെങ്ങന്മാരോടുള്ളക്കാട്ടി സ്നേഹം ഇവളോടാണ്. അഞ്ച് മക്കളിൽ മോൻ കെട്ടിയ 6-മത്തെ മോളാണ്. ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനെൻ്റെ പെൺമക്കൾ പറയും എപ്പോഴും
അവളോടാണ് മമ്മിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ അവരോട് പറയും നിങ്ങളെയൊക്കെ കെട്ടിച്ചു വിട്ടതാണ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ജീവിക്കേണ്ടത് ഞാൻ ഇവിടെ കൂടെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും, എനിക്ക് അവളോടാണ് ഏറ്റവും ഇഷ്ടം. ഈ കുടുംബത്തിൽ ഞങ്ങൾ ഒന്നും തന്നെ മറച്ചു വയ്ക്കാറില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളറിയാത്ത ഒരു കാര്യങ്ങളും ഇല്ല. പ്രത്യേകിച്ച് ഞങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോരുത്തരെയും ഞാൻ എൻ്റെ ജോലി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അതും കൂടെ ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതായത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കൂടി ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. പല സമയങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ഇവർ ചോദിക്കുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവരോട് ഷെയർ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകാറ്. കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ വലിയ അനുഗ്രഹമാണ് കോഡൂർ സന്തോഷ് രമ്യ ദമ്പതികളുടെ ഈ വലിയ കുടുംബം. അനുദിനം വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന ഈ കുടുംബം എല്ലാ ദിവസവും ഞായറാഴ്ചകളായി കർത്താവിൻ്റെ ദിവസമായി പരിഗണിക്കുന്ന ഒരു കുടുംബമാണ്. ധീരമതികളായ രണ്ട് വ്യക്തിത്വങ്ങളെയാണ് സന്തോഷിലും രമ്യതയിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മക്കളെ വിശ്വാസ കാര്യങ്ങളിൽ പരിശീലിപ്പിക്കുന്നതിലും ഇടവകയുടെ ശുശ്രൂഷകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കാളികളാകുന്നതിലും അതീവ തൽപരരാണ്. സന്തോഷ് ഇടവകയിലെ കൊയറിലൊക്കെ പ്രവർത്തിക്കുകയും എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ ഗായക സംഘത്തിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാൻ ശ്രദ്ധിക്കുന്ന സന്തോഷും രമ്യയും ഞങ്ങൾക്കെന്നും മാതൃകയും പ്രചോദനവുമാണ്. തീർച്ചയായും ഈ വലിയ കുടുംബം ദൈവത്തിൻ്റെ വലിയ കൃപയുടെ നിറവാണ്. മക്കളിലൂടെ ദൈവം തങ്ങളെ കൂടുതൽ കൃപ കൊണ്ട് നിറയ്ക്കുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഇവരെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ വേദപാഠത്തിന് കിട്ടിയ മാർക്സ് നോക്ക്. എന്റെ ഈശോയെ 40-ൽ 40 മാർക്കും. ഓ വെൽഡൻ മോൻ, വെൽഡൻ. രമ്യ ഇങ്ങ് വന്നേ, കൊച്ചിന്റെ മാർക്ക് നോക്കി. കൊച്ചിന് ഈ പ്രാവശ്യം 40-ൽ 40 മാർക്ക് കിട്ടിയോ മമ്മിയുടെ കൊച്ചിന്? എല്ലാരും കൊണ്ട് കാണിക്കട്ടോ, ചേച്ചിമാരെയും ചേട്ടായിമാരെയും എല്ലാം കാണിക്കും. ചേച്ചിമാരെ കാണിക്കണം കേട്ടോ. അവിടെ കാണിച്ചിട്ടോ. 10 പേരെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടാണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് ഒന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവരോട് പറയാ, പ്രാർത്ഥിച്ച് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ ഒന്നാമത്തേതായിട്ട് അവരോട് പറയാ. അത് വചനം വായിച്ച് അതുപോലെ തന്നെ വചനം എഴുതിയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ട് ഞങ്ങൾ 3 പേര്, ഞാനിവിടെ ഇല്ലെങ്കിൽ തന്നെ ഇവർ 2 പേരും മമ്മിയും ഇവളായാലും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടേ സ്കൂളിൽ വിടുകയുള്ളൂ. ഞാൻ ഇവരോട് പറയുന്നത് എപ്പോഴും പറയാം, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആകത്തില്ല. വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ട് പഠിച്ചാലും ആ സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും, കാരണം ജ്ഞാനം നൽകുന്നത് കർത്താവാണല്ലോ. അപ്പം ആ ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവരെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ടും ഞങ്ങൾ ചെയ്യാറ്. മക്കളുടെ പഠന മേഖലയിൽ മൂത്തവര് 4 പേരിൽ ശരിക്കും പറഞ്ഞാൽ മൂത്തവളെ ഒരു 3-ാം ക്ലാസ് വരെ മാത്രമേ ഞാനങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ അവർ ദൈവകൃപയാൽ സ്വന്തമാണ് പഠിക്കുന്നത്. പിന്നെ ഇളയവരുടെ കാര്യമാണ് ഞാൻ കൂടുതലായിട്ട് പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഈ 10 മക്കളുമായി ഞങ്ങൾ ഇത്രയും അനുഗ്രഹിക്കപ്പെടാനുള്ളൊരു കാരണമുണ്ട്. അതൊരു സീക്രട്ടാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ കുഞ്ഞിന്റെ പ്രഗ്നൻസി ടൈം മുതൽ ലാസ്റ്റ് കുഞ്ഞിന്റെ പ്രഗ്നൻസി ടൈം വരെ എനിക്ക് ഇത് ആദ്യത്തെയാണ് അല്ലെങ്കിൽ ഇത് ലാസ്റ്റത്തെയാണ് അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ഫസ്റ്റ് ക്യാരിങ്ങിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു 9ാമത്തെ ക്യാരിങ്ങിലും എനിക്ക് ഇവിടെ നിന്നുള്ള സപ്പോർട്ട്.
അതായത് ചേട്ടായിൽ നിന്നാണെങ്കിലും മമ്മിയിൽ നിന്നാണെങ്കിലും ഇതൊരു പുതുമയാണ്. ആ സമയത്ത് ഞാൻ അനുഭവിച്ച സന്തോഷവും സമാധാനവും ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു ആ സമയത്ത്. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രമാത്രം ഞാൻ സന്തോഷവതിയായിരുന്നു. ആഗ്രഹിക്കുന്നതിലും അപ്പുറമാണ് എനിക്ക് ആ സമയത്ത് കിട്ടിയ സന്തോഷവും സംതൃപ്തിയും. പിന്നെ പ്രാർത്ഥന ലൈഫ് ഉണ്ടായിരുന്നു. ചേട്ടായി എന്താ പറയുക, രാത്രി കിടക്കുന്നതിന് മുൻപ് എങ്ങനെയാണെങ്കിലും ഞാനിനി അഥവാ ഉറങ്ങിപ്പോയാൽ തന്നെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെയാണ് 10 മക്കൾക്കും ജന്മം നൽകിയത്. പിന്നെ മമ്മി കുരിശുവരയുടെ സമയത്താണെങ്കിലും കുരിശുവര കഴിഞ്ഞ് സ്തുതി കൊടുക്കുന്ന സമയത്ത് മമ്മി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പരസ്പരം ഉമ്മ കൊടുത്തിട്ടാണ് ഞങ്ങൾ കുരിശുവരയുടെ സമയത്ത് പിരിയാറുള്ളത്. അന്ന് ഞാൻ അനുഭവിച്ച ആ സന്തോഷവും സമാധാനവും ഒക്കെ ആയിരിക്കണം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മക്കൾ ഇത്രയും അനുഗ്രഹിച്ച് അവരും നല്ല ദൈവഭയമുള്ള ദൈവവിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി വളരാനുള്ള കാരണവും അതുതന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു രാജ്ഞിയെ പോലെയാണ് രമ്യ ഇവിടെ ജീവിച്ചതെന്നാണ് രമ്യ പറയുന്നത്. അത് എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പല എൻ്റെ സുഹൃത്തുക്കളുടെ സഹോദരിമാരാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടറടിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ അന്ന് കരുതിയതും ഇപ്പോൾ ഈ മക്കളെ കാണുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സ്നേഹമോ ഒന്നുമല്ല, അത് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞങ്ങള് ഓരോ മക്കളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾ ധ്യാനത്തിനായിട്ട് പോകും. അത് എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ ഒരു തുടക്കം മുതൽ ഞാൻ ജീസസിലൂടെ വന്നതിന്റെ പേരിലും 99 മുതൽ ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരു മാറ്റത്തിലേക്ക് വന്നതിന്റെ പേരിലൊക്കെ എന്തൊരു കാര്യവും ഒന്ന് പ്രത്യേകിച്ച് മക്കള് ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത് ഓരോ ധ്യാന കേന്ദ്രത്തിൽ പോയി ഞങ്ങൾ ധ്യാനം കൂടും. അതിൽ കൂടി ഞങ്ങളൊരു കർത്താവിനൊരു വില കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വചനം കേട്ട് കഴിഞ്ഞാൽ മാത്രമേ വലിയൊരു മാറ്റത്തിലേക്ക് മക്കളും വിശുദ്ധീകരണത്തിലേക്കൊക്കെ വരുന്നുള്ളൂ. ആ ഒരു കൃപ നമുക്ക് എപ്പോഴും കുടുംബത്തിലായാലും സന്ധ്യപ്രാർത്ഥനയിലും എല്ലാം ഞങ്ങൾ കാണാറുണ്ട്. സങ്കീർത്തനം 133:1 പറയുന്നത് പോലെ സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് എന്ന തിരുവചനം ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഞങ്ങളെ എല്ലാവരെയും ഒരു സംസാരിക്കാനായ ഒരു പ്രായം മുതൽ അറിവ് വെക്കുന്ന കാലം മുതൽ പപ്പയമ്മയും വചനങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾ ഓരോ വചനം പഠിച്ചാണ് മറ്റൊരു ദിവസത്തിലേക്ക് കടക്കാറുള്ളത്. ഇപ്പം അറിവുള്ളവര് മുതല് അച്ചൂട്ടി മുതല് എല്ലാവർക്കും വചനം അറിയാവുന്നവരാണ്. അച്ചു ഒരു വചനം പറഞ്ഞേ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്ക 1:37. നല്ലായിരുന്നുണ്ട് അച്ചുട്ടി. ഞാനും ഒരു വചനം പറയാം. പറ. ഈ ചെറിയവനിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്രോതസ്നായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. വിശുദ്ധ മത്തായി 18:14. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രിയതയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. പപ്പയും മമ്മിയാണ് ഞങ്ങളുടെ ബെസ്റ്റ് റോൾ മോഡലായിട്ട് ഞങ്ങൾ കാണാറുള്ളത്. പപ്പയും മമ്മി നൽകുന്ന ഓരോ ജീവിത മാതൃകകളിലൂടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ജീവിക്കാറുള്ളത്. പിന്നെ സ്കൂളിലൊക്കെ എല്ലാവരും കൂട്ടുകാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് അവരുടെയൊക്കെ വീട്ടിൽ 1-2 ആൾക്കാരൊക്കെ ഉണ്ടായിട്ടും അവർ ഭയങ്കര അടിയും വഴക്കൊക്കെയാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും കൂടാറില്ലേ? നിങ്ങൾ തമ്മിൽ എപ്പോഴും എങ്ങനെ ഒരുമിച്ച് പോകുന്നേ? പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? 10 മക്കളുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ വഴക്കൊക്കെ ആണെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഉള്ളു. ഞങ്ങൾ എപ്പോഴും വഴക്ക് കൂടില്ല. അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇന്നുവരെ ഫീൽ ചെയ്തിട്ടില്ല. വഴക്ക് കൂടുമെങ്കിലും ഞങ്ങൾ ആ ഒരു ദിവസം സന്ധ്യ ആകുമ്പോഴത്തേക്കും ഞങ്ങളത് സോൾവ് ചെയ്താണ് പിന്നെ ഉള്ള ഒരു ദിവസത്തിലേക്ക് കടക്കാറുള്ളത്. പരീക്ഷകളിലൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈ കിട്ടുമ്പോൾ ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും എനിക്ക് പറയാൻ പറ്റും പരിശുദ്ധാത്മാവ് ദൈവവും ഈശോ എല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പരീക്ഷയ്ക്കും നല്ല മാർക്കോടെ എനിക്ക് പാസ്സാവാനൊക്കെ പറ്റുന്നുണ്ട്. ഇവര് എല്ലാവരും തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതിൽ 3 പേരെ ഇപ്പൊ നമുക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് പോയി. നമ്മുടെ രൂപതയുടെ തന്നെ സ്കൂളിലാണ്. ഇപ്പൊ ചേട്ടായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കളെല്ലാവരും ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അവിടെ പഠിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കുറവ് മക്കൾക്ക് എന്ന് പറയാനില്ല. കാരണം പഠനത്തോടൊപ്പം കുറെ ആക്ടിവിറ്റീസും കൂടെ മക്കൾക്ക് കിട്ടുന്നുണ്ട്. കാരണം അവരുടെ കുറെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒത്തിരിയേറെ മേഖലകളുണ്ട്. അതായത് ശാസ്ത്രോത്സവം, കലോത്സവം, അതിനെല്ലാം മക്കളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയിട്ട് 2nd, 3rd ഗ്രേഡ്സും ഒക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്.
സുന്ദരനാ മതി. എന്റെ മോന്തയിലോട്ട് കാണിക്കാതെ ഇത് എവിടെയും കാണിച്ചിട്ട് ഷർട്ട് കാണിച്ചിട്ട് സുന്ദരനാന്നുകൊണ്ട് കാര്യമുണ്ടോ? ഓക്കെ, അടിപൊളിയല്ലേ? ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞു മുതലുള്ള ഞങ്ങളുടെ സാമ്പത്തിക മേഖലയും ഇവരെ ദൈവം വളർത്താനായിട്ട് ദൈവ പരിപാലനയിൽ മുന്നോട്ട് കൊണ്ടുപോയതും ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമേ താമസിച്ചുകൊണ്ടിരുന്നത് പാലുകാച്ചി മലയുടെ ഒരു മണ്ടയ്ക്ക് ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു. കുഞ്ഞു വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു. അവിടെ നിന്ന് മൂത്തവരും രണ്ടാമത്തെ ആളും രണ്ടുപേര് വന്നപ്പോഴത്തേക്കും ഞങ്ങളെ തമ്പുരാൻ അവിടുന്ന് ഒരു പകുതി വഴിക്ക് നേരെ താഴേക്കെത്തി കുറച്ചുകൂടെ വലിയൊരു വീട് നൽകി. അതുപോലെ തന്നെ ഞങ്ങൾ നോക്കുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേറൊരു സ്ഥലവും സാഹചര്യവും ദൈവം അതുപോലെ തന്നെ പരിപാലിച്ച് ദൈവം ഞങ്ങൾക്ക് നൽകി. ഇപ്പോൾ ഈ 10 മക്കളിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു പദ്ധതി പ്രകാരം എന്താ പറയുക, 10 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും, ഭവനത്തിന്റെ കാര്യമായിക്കൊള്ളട്ടെ, അതുപോലെ ഓരോ വാഹനങ്ങളും 4 പേരായിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു 5 സീറ്റ് വണ്ടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 7 സീറ്റ് വണ്ടിയിലേക്ക് വന്നു. 7 പേരായപ്പോൾ. അപ്പം ആ കാര്യത്തിലെല്ലാം ജോലിയിലും സാമ്പത്തിക മേഖലയിലും ദൈവം വേണ്ടതെല്ലാം ആ സമയത്ത് തന്ന് ഞങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം പറയാനായിട്ട് എനിക്ക് ഈ സമയത്ത് എൻ്റെ ഹൃദയത്തെ തട്ടി എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ആയിരുന്ന സ്ഥലത്ത് ഒരു 3200 രൂപയ്ക്ക് ഞാൻ മാസശമ്പളത്തിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് തൃശ്ശൂരുള്ള ഒരു അമ്മച്ചി, ജീസസിന്റെ ഒരു അമ്മച്ചി പറഞ്ഞു തന്നാണ്, ദശാംശം കൊടുക്കുന്നതിൽ സന്തോഷ് തുടക്കമിട്, അപ്പം ദൈവം ഇടപെട്ടോളും. അങ്ങനെയാണ് ഞാൻ അന്ന് ശാലോം TV തുടങ്ങുന്ന സമയത്താണ് 315 രൂപ പോസ്റ്റ് ഓഫീസിൽ 300 രൂപ അയച്ചു കൊടുക്കും, 15 രൂപ ചാർജും കൂടെ അയച്ചു കൊടുക്കാൻ. പിറ്റത്തെ മാസം എനിക്കത് 6200 എനിക്ക് മാറ്റം വന്നു. പിന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പല രീതിയിലും ദൈവം ക്രമീകരിച്ച് അത് രണ്ടാമത് 12,000 24,000 അങ്ങനെ ദശാംശം കൊടുക്കുന്നതിൽ കൃത്യമായി മലാക്കി 3:10 പറയുന്നത് പോലെ ദശാംശം എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവേൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവേൻ. അതാണ് വചനം പറയുന്നത്. തമ്പുരാൻ എത്രമാത്രം കൊടുക്കുന്നോ അതിന്റെ 100 ഇരട്ടിയായിട്ടാണ് നമുക്ക് പിന്നെ അടുത്ത മാസം തമ്പുരാൻ അതുപോലെ വർക്കുകൾ തരുന്നതും അതുപോലെ തന്നെ സാലറി കിട്ടുന്നതും. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിത സാക്ഷ്യം തന്നെ അതാണ്. കാരണം ഇത്രയും മനോഹരമായൊരു ഭവനം നൽകി മക്കൾക്ക് വീടിനുള്ളിൽ തന്നെ കളിക്കാനുള്ള അത്രമാത്രം സ്പേസ് ഒക്കെ തന്നത് തന്നെ ഈ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് നമ്മുടെ കഴിവൊന്നുമല്ല. കാരണം നമ്മൾ വന്ന സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ യാതൊരു യോഗ്യതയില്ല. മക്കളെ പ്രതി ഈ 10 മക്കളെ തമ്പുരാൻ തന്നതുകൊണ്ടും ദശാംശം തമ്പുരാനെ കൊടുത്തതിന്റെ ആ ഒരൊറ്റ ഉത്തരവാണ് നമ്മളിങ്ങനെ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കാനുള്ള കാരണം. അതില് ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ യാത്രയിൽ ഉണ്ടായ ഒരു ബൈക്ക് ആക്സിഡന്റ് തന്നെ സംഭവിച്ചു. ഞാൻ പോകുന്ന വഴിക്ക് ഈ 6500 6200 ഒക്കെ അത് കൃത്യം കണക്ക് എഴുതി വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന പൈസയുടെ കൃത്യം ദശാംശം എടുത്ത് വെച്ച് എഴുതി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൂട്ടുകാരൻ്റെ അപ്പച്ചന് മരുന്ന് മേടിച്ച് പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് വന്ന് നേരെ ഓപ്പോസിറ്റ് അടിക്കുന്നു. ബൈക്ക് 100% കംപ്ലീറ്റ് ഡ്രോപ്പായി പോയി. പക്ഷേ ഞങ്ങൾ 2 പേർക്കും ഒന്നും പറ്റിയില്ല. ഈ ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഞാൻ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പം ആള് എന്നേക്കാൾ അധികമായിട്ട് കണ്ടത് ഈ ഒരു വാഹനം ആക്സിഡന്റ് ആയപ്പോൾ വാഹനം കംപ്ലീറ്റ് ഡ്രോപ്പായി പോയി. അപ്പം ആളുടെ പേരിലുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഇനി പള്ളിയിൽ ബൈക്കും കൊണ്ട് പോകണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പം അന്നേരപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, കാരണം രാത്രിയിൽ ഈ പറയുന്ന ജീസസിന്റെ പ്രൈഗ്രൂപ്പിന് പോകും, അപ്പോൾ ഈ വണ്ടി എടുത്ത് പോകും. അന്നേരം ആള് പറഞ്ഞു, ഇനി ഈ പള്ളിയിൽ പോകുന്നതിനൊന്നും ഈ വാഹനം ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അന്നേരം ഓൾറെഡി എനിക്ക് എന്തുകൊണ്ട് ഇതിൽ നിന്ന് മാറിക്കൂടാ, എനിക്ക് പള്ളിയിൽ പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ആഗ്രഹം. അതായിരുന്നു. അപ്പം ഞാൻ പിള്ളേരോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു കാരണമെങ്കിൽ നമുക്ക് മാറുന്നതാണല്ലോ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ തൊഴിലാളി എന്നുള്ള അവസ്ഥയിൽ നിന്ന് വേറൊരു ജോലി, സ്വന്തമായിട്ടുള്ള ഒരു വർക്കിലേക്ക് വന്നു. അതാണ് എനിക്ക് ഇന്ന് നിൽക്കുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ എന്നെ അനുഗ്രഹിച്ചതിൻ്റെ പറയാൻ പറ്റുക. ഈ മക്കളുടെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഓരോ സമയത്തേക്ക് ഇവർ വിളിക്കുന്ന സമയത്ത് പള്ളിക്കൂടത്തിൽ പോകാനും ഇവരെ കൊണ്ടുവിടാനും ഓരോ സ്ഥലങ്ങളിൽ, ഇപ്പം ഇവർക്ക് വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണമെങ്കിൽ ആ സമയങ്ങൾ പോലും, കാരണം ഞാൻ ഓരോ ആൾക്കാരെ നോക്കുമ്പോൾ ഇവർ പറയുന്നത് ഈ മക്കളെ
അങ്ങോട്ട് കൊണ്ടുവിടാൻ സമയമില്ല, അല്ലെങ്കിൽ പിള്ളേരെ ഇത്ര പേരാകുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ സമയമില്ല. ഇതെല്ലാം ദൈവം ആദ്യം മുതലേ ഞങ്ങളെ കൊണ്ട് ഇത് ക്രമീകരിച്ച് ഞങ്ങൾക്ക് തന്ന ജോലി പോലും ഞങ്ങൾ പറയും. കാരണം ഞങ്ങൾ രണ്ടുപേരും വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആൾക്കാരല്ല. ഞാൻ SSLC ആണ്, ഇവളതുപോലെ തന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നഴ്സിംഗ് പഠിച്ചു. പക്ഷേ ദൈവം ഇന്നും ഈ അവസ്ഥയിൽ നിർത്തുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഈ ഒരു സ്വന്തം ജോലിയിലേക്ക് വരുമ്പം അത് ദൈവം ഏറ്റവും മനോഹരമായിട്ട് ക്രമീകരിച്ചാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. മമ്മി കൊച്ചിനെ ഇട്, ഞങ്ങൾ വെച്ചോളാം. നിങ്ങൾ വെക്കുവോ? ആ. മുത്തേ, കറിക്ക് ഉപ്പുണ്ടോ? നോക്കിയായിരുന്നോ? ഉണ്ടോ? കുറച്ചുകൂടി വേണം മമ്മി. ഞങ്ങളുടെ ഫ്രീ ടൈമിലെല്ലാം ഞങ്ങൾ മമ്മീനെ സഹായിക്കാറുണ്ട്. ഞങ്ങള് ഫ്രീ ടൈമില് TV ഒക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ മമ്മീനെ സഹായിച്ച അടുക്കളയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറെ കറികളൊക്കെ വെക്കാൻ അറിയാം. ചിന്നുവിന് നന്നായിട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ അറിയാം. കഴിഞ്ഞ ദിവസമൊക്കെ അവളാണ് നെയ്ച്ചോറ് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചത്. പിന്നെ ചിപ്പിനെ സംബന്ധിച്ച് ചിപ്പി തക്കാളിക്കറി, പിന്നെ അപ്പം, ദോശ അതെല്ലാം ചുടല് മെയിനായിട്ടും ചിപ്പിയാ. ഇവിടെ മിന്നു ആണേലും മമ്മീനെ എല്ലാത്തിനും ഫുള്ള് സഹായിക്കുന്ന മിന്നുവാ. ഇങ്ങനെ കറികൾ, തോരനുകളൊക്കെ വെക്കാൻ വേണ്ടി മിന്നുവാ സഹായിക്കുന്നത്. ദീദി എന്റെ ഉപ്പൊന്ന് നോക്കുക, മമ്മി പറഞ്ഞായിരുന്നു ഒന്ന് നോക്കിയ. ഇത് ഞങ്ങളുടെ ദീദിയാണ്, പേര് അഞ്ജിത. ഞങ്ങളെ എല്ലാത്തിനും സഹായിക്കാനും ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും നോക്കാനൊക്കെ ആയിട്ട് വന്ന ഒരു ദീദിയാണ്. ഛത്തീസ്ഗഡിലാണ് ദീദിയുടെ വീട്. ഇപ്പൊ 3 വർഷമായിട്ട് ദീദി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗമാണ് ദീദി, അല്ല ദീദി? മക്കളെ, ദീദി പറഞ്ഞ പോലെ ഇനി എല്ലാരും പോയി പഠിച്ചോ. നാളെ എക്സാം അല്ലേ, വേഗം പോയി പഠിച്ചോ. ഞാൻ കല്യാണം കഴിച്ചത് സാധാരണ ഒരു കുടുംബത്തിലെ ആളെ തന്നെയായിരുന്നു. ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഇട്ട് ചെല്ലണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അന്ന് തമ്പുരാൻ അത് സാധിച്ചു തന്നു. ഇന്ന് ഈ സമയത്ത് ഇവിടെ എത്തി നിൽക്കുമ്പോൾ, ഇത്രയും 10 മക്കളോടൊന്നിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഈശോയോട് ഒത്തിരി നന്ദി പറയാനാണ് എനിക്കുള്ളത്. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ കൊണ്ടും സന്തോഷം കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് ഈശോനെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവകൃപയാൽ ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് തമ്പുരാനോട്. ഭാഗമല്ല, ഒരു നെടുന്തൂണ് തന്നെയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. കാരണം ഞാൻ എപ്പോഴും എല്ലാ സമയത്തും പറയാറുണ്ട്, ഇതിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ എഫർട്ട് എടുക്കുന്നത് രമ്യയാണ്. എല്ലാ മക്കളെ കുറിച്ചായാലും വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചായാലും എൻ്റെ ബിസിനസ് കാര്യങ്ങൾ പോലും ഞങ്ങൾ സംസാരിക്കുമ്പോൾ പോലും എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിച്ച് എന്നെ ചെയ്യിപ്പിക്കുന്നത് പോലും ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണക്കാരി രമ്യയാണ്. അതെനിക്ക് എപ്പോഴും പറയാൻ പറ്റും. മണ്ണിലെ മാനവർ ആമോദം സ്തോത്രഗാനമിന്നേ